ക്രൂശിൽ ചൊരിഞ്ഞ രക്തം എന്നെ പാപത്തിൽ നിന്നും വീണ്ടെടുത്തു. കാൽവരി ക്രൂശിൽ ചൊരിഞ്ഞവന്മ എന്റെ ജീവിതം നല്ല സമൃദ്ധമാക്കി. കാൽവരി ക്രൂശിൽ ചൊരിഞ്ഞ രക്തം എന്നെ പാപത്തിൽ നിന്നും വീണ്ടെടുത്തു. കാൽവരി ക്രൂശിൽ ചൊരിഞ്ഞവന്മ എന്റെ ജീവിതം നല്ല സമൃദ്ധമാക്കി. അതെല്ലാം ഏറ്റവും ശ്രേഷ്ഠമായ ലാഭം. അതെല്ലാം ഏറ്റവും ശ്രേഷ്ഠമായ ലാഭം. വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഒരു ശിഷ്യനാകുന്നതിന് നൽകേണ്ടുന്ന വില എന്താണ്? ചില ചിന്തകൾ ഈ പ്രഭാതത്തിൽ നമുക്ക് പങ്കുവെക്കാം. ഒന്ന്, ലൂക്കോസ് 14:26, സ്വന്തം ജീവൻ വിലയായി നൽകണം. കർത്താവ് പറഞ്ഞത്, സ്വന്തം ജീവനെ പകയ്ക്കുന്നവന് മാത്രമേ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയൂ. കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ്, ശിഷ്യത്വത്തിൻ്റെ വില എന്ന പുസ്തകം എഴുതിയ ദൈവശാസ്ത്രജ്ഞനാണ് ബോൺഹോഫർ. 1906, 1945. ഈ പുസ്തകം അദ്ദേഹം എഴുതിയത് 1937 യേശുവിൻ്റെ ഗിരിപ്രഭാഷണത്തെ അടിസ്ഥാനമാക്കി എഴുതിയ ഈ പുസ്തകത്തിന് കൊടുക്കേണ്ടി വന്ന വില തൻ്റെ ജീവൻ തന്നെയായിരുന്നു. ഈ പുസ്തകം ഹിറ്റ്ലർക്കെതിരായുള്ള നീക്കമായി തെറ്റിദ്ധരിക്കപ്പെട്ട് നാസി പട്ടാളക്കാർ അദ്ദേഹത്തെ 1943 ഏപ്രിലിൽ അറസ്റ്റ് ചെയ്യുകയും 1945 ഏപ്രിൽ 9 39-ാം വയസ്സിൽ വധിക്കുകയും ചെയ്തു. ആദ്യ നൂറ്റാണ്ടിൽ കർത്താവിന് വേണ്ടി ജീവൻ നൽകിയത് അനേകായിരങ്ങളാണ്. ഇന്നും അനേകർ കർത്താവിന് വേണ്ടി ജീവൻ നൽകുന്നു. കർത്താവിന് വേണ്ടി ജീവൻ നൽകിയ മിശ്രീ ഗ്രഹാം സ്റ്റെയിൻസിനെയും 2 മക്കളെയും നമുക്ക് മറക്കുവാൻ കഴിയില്ലല്ലോ. കർത്താവ് പറഞ്ഞത്, എൻ്റെ നിമിത്തം തൻ്റെ ജീവനെ കളയുന്നവന് മാത്രമേ ജീവൻ കണ്ടെത്തുവാൻ കഴിയൂ. മത്തായി 10:39. അതായത് സ്വയം ത്യജിക്കുവാൻ തയ്യാറാകണം. കൊതുമ്പ് മണി നിലത്ത് വീണി ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും, ചത്തു എങ്കിലോ വളരെ വിളവുണ്ടാകും. യോഹന്നാൻ 12:24. കർത്താവ് പറഞ്ഞു, ഈ ലോകത്തിൽ തൻ്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും. യോഹന്നാൻ 12:25. നമുക്കും ഒരു കോതമ്പ് മണിയാകാം. 2 കൊരിന്ത്യർ 6:9-10 വാക്യങ്ങൾ. കർത്താവിന് വേണ്ടി കഷ്ടത സഹിക്കണം. ശിഷ്യനെന്ന നിലയിൽ പൗലോസ് സഹിക്കേണ്ടി വന്ന കഷ്ടതയുടെ വിവരണമാണ് 2 കൊരിന്ത്യർ 6:5 മുതലുള്ള വാക്യങ്ങൾ. കഷ്ടതകളെ സന്തോഷത്തോടെയാണ് പൗലോസ് സ്വീകരിച്ചത്. എന്തുകൊണ്ടെന്നാൽ, മരിക്കുന്നവരെന്നിട്ടും ഇതാ ഞങ്ങൾ ജീവിക്കുന്നു, ശിക്ഷിക്കപ്പെടുന്നവരെങ്കിലും കൊല്ലപ്പെടാത്തവർ, ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നു, ദരിദ്രരെങ്കിലും പലരെയും സമ്പന്നരാക്കുന്നു, ഒന്നുമില്ലാത്തവരെങ്കിലും എല്ലാം കൈവശമുള്ളവർ. 2 കൊരിന്ത്യർ 6:9-10 വാക്യങ്ങൾ. എല്ലാ കഷ്ടതകളെയും സഹിക്കുവാൻ തയ്യാറാകുന്ന മനോഭാവം. ശിക്ഷണം ലഭിക്കുന്നവനാണ് ശിഷ്യൻ. ഡിസിപ്ലിൻ എന്ന വാക്കിൽ നിന്നാണ് ഡിസൈപ്പിൾ ഉണ്ടായത്. യേശു എന്ന ഗുരുവിൽ നിന്ന് ശിക്ഷണം പ്രാപിച്ച് ശിഷ്യനായി തീരുക. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശിഷ്യന്മാർക്ക് ദൗത്യം നൽകിക്കൊണ്ട് പറയുന്നത്, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പഠിപ്പിച്ചുകൊണ്ട് സകലരെയും ശിഷ്യരാക്കുവീൻ. മത്തായി 28:20 വാക്യം. കർത്താവ് എന്താണ് പഠിപ്പിച്ചത്? കഷ്ടതകളിൽ തളർന്നു പോകാതെ വചനമനുസരിക്കണം. ശിഷ്യൻ കർത്താവിന് വേണ്ടി കഷ്ടതയേൽക്കുവാൻ തയ്യാറാകണം. കഷ്ടതയുടെയും പ്രതിസന്ധികളുടെയും നിന്ദയുടെയും പരിഹാസത്തിൻ്റെയും മുൻപിൽ തളർന്നു പോകാതെ വചനമനുസരിക്കുന്നവരാണ് യഥാർത്ഥ ശിഷ്യൻ. ശിഷ്യനായിരിക്കാൻ നൽകേണ്ടുന്ന വിലയും ഇത് തന്നെയാണ്. 3, മർക്കോസ് 10:45. കർത്താവിന് വേണ്ടി ദാസ ശുശ്രൂഷ ഏറ്റെടുക്കണം. തൻ്റെ ദൗത്യത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞത് ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിക്കുവാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി നൽകുക എന്നതും ആണ്. ശുശ്രൂഷ ചെയ്യിക്കുകയല്ല, ശുശ്രൂഷിക്കുക. യജമാനെ ശുശ്രൂഷ ചെയ്യുന്നവനാണ് യജമാനൻ്റെ ശിഷ്യൻ. ക്രിസ്തു പറഞ്ഞത് തനിക്ക് ശുശ്രൂഷ ചെയ്യുവാനായിട്ടല്ല, മറ്റുള്ളവരെ ശുശ്രൂഷിക്കുക എന്ന. യജമാനനാകാതെ ദാസനാകുക.
യജമാനായ നേതൃത്വത്തിൽ ഇരിക്കുന്നവനല്ല കർത്താവിൻ്റെ ശിഷ്യൻ, പിന്നെയോ ദാസനായി ശുശ്രൂഷ ചെയ്യുന്നവനാണ് കർത്താവിൻ്റെ ശിഷ്യൻ. അതാണ് ശിഷ്യത്വത്തിന് നൽകേണ്ടുന്ന വില. 4 യോഹന്നാൻ 13:34-35 വാക്യങ്ങൾ നാം തമ്മിൽ സ്നേഹിക്കണം. കർത്താവ് നമുക്ക് നൽകിയ കൽപ്പനയാണ് യോഹന്നാൻ 13:34-35 വാക്യങ്ങൾ. അവിടെ പറയുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം. ഒരു ശിഷ്യൽ ഉണ്ടായിരിക്കേണ്ട വലിയ യോഗ്യതയാണ് സ്നേഹം. ഗലാത്യർ 5:14 പറയുന്നത്, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണമെന്നുള്ള ഏക വാക്യത്തിൽ ന്യായപ്രമാണം മുഴുവൻ അടങ്ങിയിരിക്കുന്നുവെന്ന്. അതായത് സ്നേഹത്തിൽ സമ്പൂർണ്ണമായ തിരുവചനം അടങ്ങിയിരിക്കുന്നു. സ്നേഹിക്കുവാൻ നമുക്കുള്ള മാതൃക നമ്മുടെ കർത്താവ് തന്നെയാണ്. ആ സ്നേഹമാണ് ഒരു ദാസനായി ശുശ്രൂഷ ചെയ്യുവാനും ജീവനെ തന്നെ നമുക്ക് വേണ്ടി നൽകുവാനും അവനെ ഒരുക്കിയത്. സ്നേഹമുള്ളിടത്ത് മാത്രമേ ശുശ്രൂഷ മനോഭാവം ഉണ്ടാവുകയുള്ളൂ. മദർ തെരേസ പറഞ്ഞത് ഇവിടെ പ്രസക്തമാണ്. ചന്ദ്രനിൽ സാധുക്കളുണ്ടെങ്കിൽ ഞാൻ അവിടെയും ചെന്ന് ശുശ്രൂഷ ചെയ്യും. മദർ തെരേസ അവരുടെ സേവനത്തിലൂടെയാണ് തൻ്റെ ശിഷ്യത്വത്തിൻ്റെ വില ലോകത്തെ അറിയിച്ചത്. ക്രിസ്തു ശിഷ്യൻ, സെർവൻസ് ഓഫ് ദ ഗ്രേറ്റ് സെർവൻറ്റ് എന്ന് തിരിച്ചറിയണം. അതായത് ശ്രേഷ്ഠദാസനായ ക്രിസ്തുവിൻ്റെ മാതൃക പിന്തുടരേണ്ടുന്ന ദാസന്മാരാണ് നാം. കർത്താവേ, ഒരു കൊമ്പുമണിയായി ചത്ത് നിത്യജീവൻ്റെ അവകാശിയാകുവാൻ എന്നെയും നിന്റെ ശിഷ്യനാക്കണമേ. ആമേൻ. പാപത്തിന്റെ കുഴഞ്ഞ ചേറ്റിൽ നിന്നും ഉറപ്പുള്ള പാറമേൽ സ്ഥിരമാക്കി, കഷ്ടപ്പാടിൻ കാലത്തിൽ നിന്നും എന്നെ സമൃദ്ധിയിൽ മാർഗത്തിൽ നടത്തിയിടുന്നു. പാപത്തിന്റെ കുഴഞ്ഞ ചേറ്റിൽ നിന്നും ഉറപ്പുള്ള പാറമേൽ സ്ഥിരമാക്കി, കഷ്ടപ്പാടിൻ